ഹായ് ഫ്രണ്ട്സ്, ഫോർ ഷൈനിങ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ ഒരേപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന കുറച്ച് ക്ലൈംബിംഗ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ ക്ലൈംബിംഗ് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലുള്ള 15ഓളം വെറൈറ്റികളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇനി എൻ്റെ കയ്യിലുള്ള 15ഓളം വെറൈറ്റി ക്ലൈംബിംഗ് പ്ലാന്റ്സിനെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയാനായിട്ട് ഈ സിങ്കോണിയാണ് കേട്ടോ. ഇത് ഞാനിവിടെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആയിട്ട് തന്നെ വളർത്താം. ഇതിൽ ഞാൻ പിങ്കിൻ്റെ സിങ്കോണിയും വെച്ചിട്ടുണ്ട്, ഗ്രീനിൽ ഡിസൈൻ വരുന്നതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് തരം നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് ഇതാണ്. ഇത് നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആയിട്ട് വളർത്താം. ഇത് സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിനകത്ത് നിറയെ തന്നെ വേരുകളുണ്ട്. ഇത് വള്ളി പോലെ വളരും. നമുക്കിത് നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്, വൈറ്റ് ഡിസൈനൊക്കെ വരുന്നത്. ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആയിട്ട് തന്നെ കയറ്റി വിടാവുന്നുള്ളൂ. ഇപ്പോൾ PVC പൈപ്പിൽ നമ്മൾ കയറൊക്കെ ചുറ്റിയിട്ട് ചട്ടിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയാനായിട്ട് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ഫിലോഡെൻഡ്രോൺ ലെമൺ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോൺ ഗോൾഡ് എന്നും പറയും കേട്ടോ. ഇൻഡോറിലൊക്കെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് PVC പൈപ്പിൽ കയറൊക്കെ ചുറ്റി ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നോളും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കാർ പോർച്ചിൽ ആ തൂണയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല പോലെ തന്നെ അതിൻ്റെ വേര് പറ്റി പിടിച്ച് വളരുന്നുണ്ട്. നല്ലൊരു ബെസ്റ്റ് പ്ലാന്റാണ് കേട്ടോ ഇത്. ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയാനായിട്ട് കോമൺ ആയിട്ട് തന്നെ എല്ലാവരുടെയും കയ്യിലുള്ള ഈ ഒരു ഗോൾഡൻ പോത്തോസാണ് കേട്ടോ. ഇൻഡോറിലും ഔട്ട്ഡോറിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചുമ്മാ ഇട്ടാലും വളർന്നു വരുന്ന നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആണ്. ഇനി നാലാമത്തെ വെറൈറ്റി മാർബിൾ പോത്തോസാണ്. ഇത് നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് വൈറ്റും ഗ്രീനും ഒക്കെ ഡിസൈൻ വരുന്ന എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. ഇനി അഞ്ചാമത്തെ വെറൈറ്റി ഹോയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇലകൾക്കാണെങ്കിലും പൂക്കൾക്കാണെങ്കിലും നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ. നല്ല വാക്സ് കോട്ടിങ് പോലെയാണ് ഇതിൻ്റെ ഫ്ലവറും ഇതിൻ്റെ ലീഫും ഒക്കെ ഇരിക്കുന്നത്. ഇത് നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ചട്ടിയിൽ PVC പൈപ്പിൽ തന്നെ കയറൊക്കെ ചുറ്റിയിട്ട് കയറ്റി വിട്ടിരിക്കുന്നതാണ്. ഇനി ആറാമത്തെ വെറൈറ്റി എന്ന് പറയാനായിട്ട് മഞ്ജുള പോത്തോസാണ്. വെരിക്കേറ്റഡ് ഇലകളാണ്. മാർബിൾ ക്യൂൻ ആയിട്ട് സാമ്യമുള്ള ഒരു പോത്തോസ് കൂടിയാണ്. ഇത് നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഇതും PVC പൈപ്പിൽ നമുക്ക് കയറ് ചുറ്റി കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഭംഗിയിൽ തന്നെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ മനോഹരമാക്കാൻ പറ്റും കേട്ടോ. ഇനി ഏഴാമത്തെ വെറൈറ്റി എന്ന് പറയാനായിട്ട് ലെമൺ ലൈം എന്നറിയപ്പെടുന്ന ഈ ഒരു പോത്തോസാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈംബർ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമുക്കിത് നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. നല്ല മനോഹരമായിട്ടുള്ള ലീഫുകളാണ്. നമുക്കിത് വളർത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കെയറിങ്ങും വേണ്ട. ചുമ്മാ നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുത്താൽ പോലും ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വളർന്നു വരും. നല്ല മനോഹരമാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട്. നല്ലൊരു ബെസ്റ്റ് ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി അടുത്ത എട്ടാമത്തെ വെറൈറ്റി എന്ന് പറയാനായിട്ട് സിങ്കോണിയത്തിൽ പെട്ട ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഗ്രീൻ കളറിൽ വൈറ്റ് ഡിസൈൻ വരുന്ന പ്ലാന്റ് ആണ്. ഇതൊരു ബെസ്റ്റ് ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. മനോഹരമായിട്ടുള്ള ലീഫുകളാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർത്തിയെടുക്കാം. ഇനി ഒമ്പതാമത്തെ വെറൈറ്റി ആയിട്ട് മോൺസ്റ്റേറ അഡൻസോണി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫൊക്കെ നിറച്ചും ഹോളുകളുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെ ഇതും നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ചട്ടിക്കകത്ത് ചുമ്മാ ഒരു കോല് വെച്ച് കൊടുത്തപ്പോൾ അതിനകത്തോടെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് വളർന്നിട്ടുണ്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വളർത്തിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ വേരുകളൊക്കെ കൂട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ക്ലൈംബിംഗ് ആയിട്ട് തന്നെ നമുക്കിത് ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇനി പത്താമത്തെ വെറൈറ്റി ഏതാന്ന് നോക്കാം. ഈ ഒരു പ്ലാന്റ് ആണ്. ബ്രസീൽ ഫിലഡെൻഡ്രോൺ എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് പച്ച ഇലയിൽ മഞ്ഞ ലൈനോട് കൂടിയിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് ഈ ഒരു ലീഫിനുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്കിത് വളർത്തി നല്ല ബുഷായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. നല്ലൊരു ബെസ്റ്റ് ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ ഒരു ചെടിയും ഞാൻ ചട്ടിക്കകത്ത് PVC പൈപ്പിൽ കയറൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തന്നെ കയറയിലൊക്കെ നല്ല പോലെ വേരൊട്ടിയിട്ട് മനോഹരമായിട്ട് തന്നെ അത് വളർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. വെരിക്കേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ഇതിൻ്റെ.
ഈ ഒരു പ്ലാന്റ് മഞ്ജുള പോത്തോസാണ്. ഇത് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് ഞാൻ ക്ലൈമ്പിംഗ് ആയിട്ട് തന്നെ വളർത്തിയെടുത്തതാണ്. ചട്ടിയിൽ PVC പൈപ്പിൽ ഇങ്ങനെ കയറ് ചുറ്റിയിട്ട് വെച്ച് കൊടുത്താണ്. നിറച്ചും ചുറ്റി താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂടുതലും വൈറ്റ് ലീഫുകളാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് വെയിൽ വരുന്ന ഭാഗത്ത് വെച്ച കാരണമാണ് ഇങ്ങനെ വൈറ്റ് ലീഫായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റും നല്ലൊരു ബെസ്റ്റ് ക്ലൈമ്പിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി 11ാമത്തെ വെറൈറ്റി ജേഡ് പോത്തോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ്. നല്ല ഗ്രീൻ കളറിലുള്ള ലീഫാണ് ഇതിൻ്റെ. നമ്മുടെയൊക്കെ ഇൻഡോറൊക്കെ പച്ചപ്പ് കൊണ്ട് മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇതുപോലെ ക്ലൈമ്പിംഗ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ പ്ലാന്റ് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരും കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയൊരു പീസ് ഞാൻ റെഡ് പാമിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്ത് വളർത്തിയതാണ് കേട്ടോ. നന്നായിട്ട് തന്നെ വളർന്നു കയറിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമ്പിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി 12ാമത്തെ വെറൈറ്റി എന്ന് പറയാനായിട്ട് സിൽവർ സാറ്റിൻ പോത്തോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് ഒട്ടും തന്നെ വെയിൽ പാടില്ല കേട്ടോ. ചെറിയൊരു ലൈറ്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് അകത്തൊക്കെ വെച്ച് വളർത്താം കേട്ടോ. ഒരുപാട് കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വെയിൽ ഒത്തിരി അടിച്ചാലും വെള്ളം കൂടിപ്പോയാലും ഇതിൻ്റെ ഇലയൊക്കെ ചുരുണ്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് നല്ലൊരു ക്ലൈമ്പിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി 13ാമത്തെ വെറൈറ്റി എന്ന് പറയാനായിട്ട് എൻജോയ് പോത്തോസ് ആണ് കേട്ടോ. മറ്റുള്ള മണി പ്ലാന്റിൻ്റെ ലീഫിനേക്കാളും ചെറിയൊരു ലീഫാണ്. നല്ല വെരിക്കേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് കേട്ടോ ഇതിൻ്റെ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ലൊരു ക്ലൈമ്പിംഗ് പ്ലാന്റ്സ് ആണ്. ഇനി 14ാമത്തെ വെറൈറ്റി എന്ന് പറയാനായിട്ട് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് മണി പ്ലാന്റൊക്കെ വളർത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ വളർത്താം കേട്ടോ. നിറച്ചും ഇതിൻ്റെ തണ്ടിൽ കൂടി വേരുകളുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കിത് ക്ലൈമ്പിംഗ് പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ലീഫൊക്കെ നല്ല വെരിക്കേറ്റഡ് ആയിട്ടുള്ള ലീഫുകളാണ്. എനിക്ക് ഈ പ്ലാന്റിൻ്റെ പേരറിയത്തില്ല. ഇതിൻ്റെ പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഇനി എൻ്റെ കയ്യിലുള്ള 15ാമത്തെ വെറൈറ്റി പ്ലാന്റ് ഇതാണ്. ഗ്രീൻ കളറിലുള്ളൊരു പോത്തോസാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നല്ലൊരു ബെസ്റ്റ് ക്ലൈമ്പിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 15ഓളം വെറൈറ്റി ക്ലൈമ്പിംഗ് പ്ലാന്റ്സിനെയാണ് ഞാൻ എല്ലാവരുമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഇപ്പം ഞാൻ ഈ പരിചയപ്പെടുത്തിയ എല്ലാ പ്ലാന്റ്സും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ ചുമ്മാ ചട്ടിയിൽ വെച്ച് കൊടുത്തും വെള്ളത്തിൽ വെച്ച് നമുക്ക് ഈ പ്ലാന്റുകളെല്ലാം തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൻ്റെ അടിയിലൊന്നും ഒരിക്കലും കൊണ്ട് വെക്കരുത് കേട്ടോ. ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെടും. നമുക്ക് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി ഇതുപോലെ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ചെറിയ ലൈറ്റ് ഉള്ളിടത്ത് തന്നെ നമ്മളിതൊന്ന് വെച്ച് വളർത്താൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ തീരുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മടി കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.